തലച്ചോറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ അതൊരു ബ്ലീഡിങ് ഉണ്ടായപ്പോഴത്തേക്കിനും അവിടെ കണ്ണടയ്ക്കാതെ അവിടെ ചെല്ലണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒന്നെങ്കിൽ കോമയിലാകും. വളരെ ക്രിട്ടിക്കലായിരുന്നു. ഡോക്ടർമാര് കൈ ഒഴിയുന്നൊരു സാഹചര്യമൊക്കെ വരെയൊക്കെ എത്തിയതാണ്. പക്ഷേ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ. സിനിമകളിലൊക്കെ പാടി, 2 സിനിമകളൊക്കെ പാടിയിട്ടുണ്ട്. പേര് പറയാൻ കഴിയുന്ന സിനിമകൾ പറയാം. കലാഭവൻ മണിച്ചേട്ടൻ അവസാനം അഭിനയിച്ചിട്ടുള്ള ഒരു പടം 113 അതിൽ 2 പാട്ട് പാടി. അഖിലേശനന്തനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ ഇഹലോകമതിൽ മനുജ മകനായി വന്നവൻ സകലാധികാരമുള്ള മനുവേലന്, സകലാധികാരമുള്ള മനുവേലന്. സംഗീതം അത് വേറിട്ട വഴിയാണ്. ദാവീദിന്റെ കാലത്ത് ആലയത്തിൽ നിരന്തരമായി പാടിക്കൊണ്ടിരുന്ന സംഗീത ശുശ്രൂഷക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വഴിയിൽ എവിടെയോ സംഗീത ശുശ്രൂഷ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായി മാറിയ ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ അതിനെ വീണ്ടെടുത്ത് ഇന്ന് സംഗീത ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. വിവിധ ഇടങ്ങളിൽ വിവിധ നിലകളിൽ ഉപയോഗിക്കപ്പെടുന്ന നിരവധി ആളുകളെ, നിരവധി ചെറുപ്പക്കാരെ കണ്ടുമുട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ വേറിട്ട ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സംഘത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. YJ കഫേ എന്നറിയപ്പെടുന്ന യാക്കൂബും ജിസിനുമാണ് ഇന്ന് ഗുഡ് ന്യൂസിൽ നമ്മോടൊപ്പം അതിഥികളായിട്ടുള്ളത്. രണ്ടുപേരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഒരു പാട്ടോടുകൂടെ നമുക്ക് മുൻപിലേക്ക് യാത്ര തുടങ്ങാം. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. എക്കാലത്തും തൻ ഭക്തരെ കൈയാൽ താങ്ങി നടത്തുമവൻ, കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. എക്കാലത്തും തൻ ഭക്തരെ കൈയാൽ താങ്ങി നടത്തുമവൻ, കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. യാക്കൂബേ, എങ്ങനെയാണ് ഈ സംഗീത വഴിയിലേക്ക് കടന്നു വരാൻ ഒരു സാഹചര്യം ഉണ്ടായത്? സംഗീതമാണ് ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയുന്ന ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഏതായിരുന്നു? അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായ സമയം എന്ന് പറയുന്നത് 2018 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ്. ആ സമയം വരെയും ഞാൻ ഗാനമേള ചാനലുകളിലും 1-2 സിനിമയിലൊക്കെ പാടി
സിനിമകളിലൊക്കെ പാടി. 1-2 സിനിമകളൊക്കെ പാടിയിട്ടുണ്ട്. പേര് പറയാൻ കഴിയുന്ന സിനിമകൾ പേര് പറയാം. കലാഭവൻ മണിച്ചേട്ടൻ അവസാനം അഭിനയിച്ചിട്ടുള്ള ഒരു പടം 1-1-3 അതിൽ 2 പാട്ട് പാടി. പിന്നെ കുറെ തെലുങ്ക് സിനിമകളിലൊക്കെ റീമേക്കുകളിലൊക്കെ ആ സമയത്ത് പാടി. ആ സമയത്തൊക്കെ വല്ലാത്തൊരു തരത്തിലുള്ള ജീവിതമായിരുന്നു. 2018 ഫെബ്രുവരി 8-ാം തീയതിയാണ് രാത്രിയിൽ ഞാൻ കർത്താവിനെ, ആക്ച്വലി ചെറുപ്പം തൊട്ട് തന്നെ ഒരു ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ്ത് പശ്ചാത്തലത്തിൽ ജനിച്ച് ജീവിച്ചു വന്ന ആളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് വഴുതി മാറിയുള്ള ഒരു യാത്രയാണ്. 2018 ഫെബ്രുവരി 8-ന് ആ ഡേറ്റ് വീണ്ടും വീണ്ടും പറയുന്നത് എനിക്കൊരിക്കലും മറക്കാനാവില്ല. അന്നാണ് കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ഇനിയുള്ള ജീവിതം മുഴുവൻ യേശുക്രിസ്തുവിന് വേണ്ടിയാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അങ്ങനെ ആ സംഗീതത്തിന്റെ വഴി ക്രൈസ്തവ സംഗീതത്തിലേക്ക് മാറുകയാണ് അതായത്. പിന്നെ എപ്പോഴാണ് ഈ ക്രൈസ്തവ സംഗീത നിരയിലേക്ക് കടന്നു വരത്തക്ക വിധത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായതെന്നാണ്? 2018 ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഞാൻ, അപ്പോൾ അതുവരെയുള്ള എല്ലാ വഴികളും അടഞ്ഞുപോയി. അപ്പം എൻ്റെ നല്ലൊരു പ്രായമാണ്, 25ലേക്കൊക്കെ അടുക്കുന്ന സമയം. അപ്പം ഗാനമേളയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അപ്പം അതിനുശേഷം ഇങ്ങനെ തീരുമാനത്തിന് ശേഷം പിന്നെ കുറേ കാലത്തേക്ക് ഒരു ഫുൾ ബ്ലാങ്ക്, ഒന്നും ചെയ്യാനില്ല എന്ന് ഞാൻ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ആണ് എൻ്റെ ഒരു സഹോദരൻ കോട്ടയം ഡെലിവറൻസ് ചർച്ചിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടെ ഇങ്ങനെ കുറച്ച് നാളുകളൊക്കെ ഇങ്ങനെ ആരാധനയ്ക്കൊക്കെ കൂടി. അപ്പം അവിടുത്തെ ഒരു 10-20 പേരടങ്ങുന്ന ഒരു വലിയ കൊയറാണ്. അപ്പം അത് വർഷിപ്പ് ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ വലിയൊരു കാര്യമാണ്. കൊയറിലെങ്കിലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് കരുതി ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. 2-3 മാസം ഒക്കെ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തപ്പം മൈക്കൊന്നും ഇല്ലാതെ ആ സൈഡിൽ കൊയറിൽ നിന്ന് പാടി തുടങ്ങി. അപ്പം എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. കാര്യം അത്രയും നാള് സ്റ്റേജിലൊക്കെ തകർത്ത് നിന്ന് പാടിയിട്ട് പിന്നെ ഈ വന്ന ഒരു 3-4 മാസം, ആ മാസം ഞാൻ വിചാരിച്ചിരുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ക്രൈസ്തവ മേഖലയിലേക്ക് വരുന്നു, നമുക്ക് പെട്ടെന്ന് സ്വീകാര്യത ഉണ്ടാവുന്നു, പെട്ടെന്ന് വേദികൾ കിട്ടുന്നു. പക്ഷേ അതൊരു ശുശ്രൂഷയാണെന്നും അങ്ങനെയൊന്നും എളുപ്പം ചെയ്യാൻ പറ്റില്ല, ആ ട്രാക്കിലേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടത് ഒരു ദേവദാസന്റെ കീഴിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കിയതുമൊക്കെ ആ സമയത്താണ്. അവിടുന്ന് പുറവയ്ക്കുള്ള സാം സിംഗേഴ്സ് ടീം, പാസ്റ്റർ മാണി കുര്യാക്കോസും അദ്ദേഹത്തിന്റെ മോൻ കെനസ് കെ മാണി, അവരൊരിക്കലും വിസ്മരിക്കാനാവില്ല. അവരാണ് എന്നെ ഒരു ക്രൈസ്തവ ഗായകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നവരാണ്. 2019 പുറവയ്ക്കൽ കൺവെൻഷനിലൂടെയാണ് പാടി ഞാൻ ആളുകൾക്കിടയിലേക്ക് ഇങ്ങനെ ഒരു പാട്ടുകാരൻ ഇവിടെ ഉണ്ട് എന്ന് ആളുകൾ അറിഞ്ഞത് പുറവയ്ക്കൽ കൺവെൻഷനിലൂടെയാണ്. മണിപ്പാസ്റ്ററിൽ ആ ഒരു ക്വാളിറ്റി എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളായതുകൊണ്ട് നിരവധി ആളുകളെ കൈപിടിച്ച് പുതിയ വഴിയിലേക്ക് നടത്തിയ ഒരാൾ കൂടെയാണ്. എനിക്ക് പേഴ്സണൽ എൻ്റെ അനുഭവം ഉള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട് പാസ്റ്റർ പ്രസംഗിച്ച ആ വേദിയിൽ ഞാൻ ഉണ്ടായിരുന്നു പാടാൻ 2019 ജിനു പാസ്റ്റർ അന്ന് പ്രസംഗിച്ചിരുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പാടാനായിട്ട് അവിടെ വരുന്നു. എനിക്ക് പാടാൻ വേണ്ടി മാത്രം കൺവെൻഷനുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ കൺവെൻഷനുകളും ഒക്കെ ഇപ്പൊ ഞാൻ പാടുന്നു എന്നത് ഒരു വലിയ കാര്യമായിക്കൊണ്ട് പാസ്റ്ററും സാം സിംഗേഴ്സ് കെനസും ഒക്കെ മുറ്റത്ത് കൺവെൻഷനുകൾ, ഒരുപാട് കൺവെൻഷനുകളും ആ ഏരിയയിൽ മണർകാട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ആ സമയത്ത് നടത്തി. പാസ്റ്ററാണ് ഒരു ശുശ്രൂഷയിൽ എങ്ങനെ പാടണം, ഒരു കല്യാണ കൊയറിൽ എങ്ങനെ പാടണം എന്നൊക്കെ. എന്നാൽ മാണി പാസ്റ്റർക്ക് പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പാസ്റ്റർ പാടത്തൊന്നുമില്ല. പക്ഷെ കെനസും പാസ്റ്ററും കൂടെയാണ് എങ്ങനെ ഒരു ശുശ്രൂഷയിൽ പാടണം. ഏതായാലും ആ ഒരു സിഗ്നിഫിക്കന്റ് മൊമെന്റ് ഏതാണ്? അതായത് സംഗീത ശുശ്രൂഷയിലേക്ക് പെട്ടെന്നൊരു ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരത്തക്ക വിധത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയെ പറഞ്ഞാൽ ഹിറ്റായി മാറിയ ഒരു പാട്ടും എല്ലാവരും ശ്രദ്ധിക്കത്തക്ക വിധത്തിലുണ്ടായ ചേഞ്ച് ഉണ്ടായ മൊമെന്റ് ഏതാണ്? അത് ഓർമ്മക്കൽ കൺവെൻഷൻ തന്നെയാണ്. മണിപ്പാസ്റ്റർ നടത്തുന്ന കൺവെൻഷൻ വളരെ, മണിപ്പാസ്റ്റർ പറഞ്ഞാൽ ചർച്ച് ന്യൂ ഹോപ്പ് ഇന്റർനാഷണൽ കൺവെൻഷൻ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അവിടെ CS മാത്യു പാസ്റ്റർ CS മാത്യു അദ്ദേഹം എഴുതിയ നല്ലൂരിൻ സുന്ദരി എന്നൊരു പാട്ട്, ഇത്രയും കാലം ആ പാട്ട് പലർക്കും അറിയില്ല. അതിന്റെ സെയിം ട്യൂണിലുള്ള പാട്ടാണ് അന്നമ്മ ചെറിയാന്റെ ശുദ്രസ്തുതിക്കും വീടെ. ശരിക്കും അത് ആ പാട്ട് സൈമൺ സാറിന്റെ പുത്തനൊരു ശിലേമ എന്നുള്ള പാട്ടിന്റെ കോപ്പിയാണ് ശുദ്രസ്തുതിക്കും വീട്. ശുദ്രസ്തുതിക്കും വീട് എന്നുള്ള പാട്ടിന് മുൻപ് അതേ ട്യൂണിൽ ഉണ്ടായിരുന്ന പാട്ടാണ് പുത്തനൊരു ശിലേമ നിർമ്മലമാം സുഹൃതം തന്നെ. അത് സൈമൺ സാർ എഴുതിയ പാട്ടാണ്, 150 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കം. ആ പാട്ടിന്റെ എല്ലാം ഒരു കോപ്പിയാണ് CS മാത്യു പാസ്റ്റർ എഴുതിയിട്ടുള്ള നല്ലൊരു സുന്ദരി. അപ്പൊ അതുവരെ നമ്മൾ ഈ ഫ്യൂണറൽ വീടുകളിൽ മാത്രം കേട്ടിരുന്ന ആ ഒരു മ്യൂസിക് ഫുൾ ഓർക്കസ്ട്രയിൽ
ഒരു കൺവെൻഷൻ വേദിയിൽ കേട്ടപ്പോൾ അതൊരു വലിയ സിഗ്നിഫിക്കൻറ്റ് മൊമെന്റ് ആയിരുന്നു. അത് ആളുകൾ ശ്രദ്ധിക്കാൻ അവിടെ നിന്നാണ് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. ആ പാട്ടിന്റെ രണ്ടുപേരും നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും. 10,000 മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. 10,000 മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ. എൻ പ്രിയൻ കണ്ണുകളോ നല്ല നീർത്തോടുകൾ കരികെ. ഉള്ള പ്രാവിൻ കണ്ണുകൾ തുല്യമേ നന്നായി പാലിൽ കഴുകിയതാ. ഉള്ള പ്രാവിൻ കണ്ണുകൾ തുല്യമേ നന്നായി പാലിൽ കഴുകിയതാ. 10,000 മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. 10,000 മണവാളരിൽ സുന്ദരനാണെന്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ. കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. പ്രിയനെ പോൽ. കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. ഒരു ക്രിസ്തുവർണ്ണനെ ഉൾക്കൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. ഞങ്ങളതിനെ ഈ ഒരു ക്രിസ്റ്റോളജിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു ശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കർത്താവിനെ വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം. ഒരുപാട് ചിന്തകളുള്ള ഗാനങ്ങളാണ്. ഇപ്പോൾ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോയാൽ, എന്നാണ് ജിസനെ കൂട്ടുകിട്ടിയത്? 2020 കോവിഡ് ടൈമിൽ നമ്മുടെ എല്ലാ മേഖലകളും ഒന്ന് അടഞ്ഞു കഴിഞ്ഞ സമയത്ത് ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആലോചനയിൽ എത്തുകയും, ആക്ച്വലി ഞങ്ങൾ സാംസിംഗേഴ്സിലാണ് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കെനസോക്കെയാണ് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. ജിസനെയൊക്കെ ആ സമയത്ത് അറിയാം. അപ്പൊ ഈ ലൈവിന്റെ സഹായകരായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും അതിലും. അപ്പൊ അങ്ങനെ ആ സംഘാടനത്തിലൊക്കെ ജിസനോടെ ഞങ്ങളൊപ്പം ഉണ്ട്. 2020 ആ ലൈവ് ഇങ്ങനെ സ്റ്റാർട്ടായി വരുന്ന സമയത്ത് പ്രത്യേക നിയോഗത്താൽ ദൈവാത്മാവ് സംസാരിക്കുകയും അങ്ങനെ ജിസന് അടുത്തേക്ക് പോവുകയും, അപ്പൊ അതിനു മുമ്പ് കുറച്ച് ഫ്യൂണറൽ കൊയറൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പരിചയമുണ്ട് ജിസനെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ജിസന്റെ അടുത്തേക്ക് ചെല്ലുകയും ഞങ്ങളൊരു 3-4 സഹോദരങ്ങൾ ഒരുമിച്ച് അതിനുശേഷം കൂടുകയും ഒരു 3-5 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രയർ നടക്കും. അപ്പൊ കോവിഡ് ആയതുകൊണ്ട് മറ്റൊരു സാധ്യതയൊന്നും ഇല്ലാതെ ഞങ്ങളൊരു 3-4 ദിവസം ഞങ്ങളൊരു 3-4 സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രാത്രിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് പ്രവചനാത്മാവിൽ ഞങ്ങളോട് സംസാരിച്ചതാണ് ഇങ്ങനെ. ഈ YJ മ്യൂസിക് കഫേ എന്ന് പറയുന്നത് യാക്കൂബ് ജിസൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് യാഹ്വേ ജെയ്റ എന്നാണ് അന്ന് രാത്രി ഞങ്ങളോട് പറഞ്ഞു. യഹോവ കരുതും, യഹോവ ഈരെ എന്നുള്ളതിന്റെ യാഹ്വേ ജെയ്റ മ്യൂസിക് കഫേ എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ആ പേര്. ദൈവാത്മാവാണ് ഞങ്ങൾക്ക് ആ പേരൊക്കെ തന്നത്. അങ്ങനെയാണ് ഞാനത് യാക്കോബും ജിസനും ആണെന്ന് തന്നെയാണ് ചിന്തിച്ചത്. അതെ, പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പം യാക്കൂബ് ജീസൻ അല്ല, അത് YJ മ്യൂസിക് കഫേ എന്ന് പറയുന്നത് യഹോവ ജെയ്റ, യാഹ്വേ ജെയ്റ. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ലോഗോയിലൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് ജിസനുമായിട്ടുള്ള ചേർന്ന്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഏകദേശം 6 വർഷത്തോളമായിട്ട് ഒരുമിച്ച് 7 വർഷത്തോളമായിട്ട് ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. 6 വർഷമായിട്ട് ഞങ്ങളുടെ ഈ ടീം പ്രവർത്തനം മ്യൂസിക് മിനിസ്റ്റർ ഒരുമിച്ച് പോവുകയാണ്. അപ്പം ജിസൻ
കൂടെ നിൽക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ പാട്ടുകൾക്ക് പറ്റിയ ഒരു പ്ലെയർ ആണെന്ന് തിരിച്ചറിഞ്ഞാണോ, അതോ രണ്ടുപേരും തമ്മിലുള്ള മാനസികമായ അടുപ്പമാണോ, എന്താണ്? മാനസിക അടുപ്പത്തേക്കാൾ കൂടുതൽ ഈ പാട്ടുകൾ ഒരുമിച്ച് ചെയ്യാനുള്ളൊരു നിയോഗം, അത് ഞങ്ങളുടെ മേൽ ഒരുപോലെയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് തന്നു. അപ്പൊ ആ നിയോഗം മാനസികമായി നമ്മൾ അടുപ്പിക്കുമല്ലോ. അപ്പം ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞത് ഈ പഴയ പാട്ടുകളുടെ ഒരു റീകൺസ്ട്രക്ഷൻ, ഒന്ന് തിരിച്ചു കൊണ്ടുവരവ് നിങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ ചെയ്യുമെന്നൊരു വാഗ്ദത്തം, ഒരു ദൂത്. അപ്പൊ അങ്ങനെ ഒരു പ്രോമിസ് നമ്മുടെ മേൽ കിട്ടിയപ്പോൾ ഓൾറെഡി നമ്മൾ ആ വഴിക്ക് അതിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പം ഓൾറെഡി എനിക്ക് കുറച്ച് പഴയ പാട്ടുകളെ കുറിച്ച് കുറെ പഴയ പാട്ടുകൾ അറിയാം. അപ്പം ആ പാട്ടുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. കൂടുതൽ ഇത് ആളുകൾക്ക് ആവശ്യമായി വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഇതായത്. അതിലേക്ക് വരുമ്പോൾ തന്നെ ഇനി ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങളുടെ ഈ ബന്ധത്തിനിടയ്ക്ക് ജിസനുണ്ടായ വലിയൊരു അപകടത്തെ കുറിച്ചാണ്. എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു മരണത്തിൽ നിന്നും വീണ്ടും തിരിച്ചു കരയേറി വന്നാണ് ഇപ്പൊ ഈ കീയുടെ പിൻപിൽ. അത് ശരിക്കും നമ്മളെക്കാൾ നന്നായിട്ട് ജിസനെ കൊണ്ട് അത് പറയാൻ സാധിക്കും. എന്നാലും ഇത് കണ്ടു നിന്ന ഒരാള് എന്നുള്ളതാണ്. ഇപ്പം പ്രധാനപ്പെട്ട കാര്യം, ഒരു 7 വർഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എപ്പോഴും. എല്ലാ സമയത്തും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രോഗ്രാമുള്ള സമയങ്ങൾ കാണുകയും പരസ്പരം. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ആക്ച്വലി കുമ്പനാട് കൺവെൻഷന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഞാൻ വീട്ടിലൊരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ജിസനുണ്ടാകുന്നത്. വളരെ ക്രിട്ടിക്കലായിരുന്നു. ഡോക്ടർമാര് കൈ ഒഴിയുന്നൊരു സാഹചര്യമൊക്കെ വരെയൊക്കെ എത്തിയതാണ്. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് ജിസനെ സൗഖ്യമാക്കി. അത് ബൈക്കിലേക്ക് വന്ന് ഒരു കാറ് ഒന്ന് ഇടിക്കുകയായിരുന്നു മണർകാട് വെച്ച്. ഉച്ച സമയമായിരുന്നുകൊണ്ട് അത്യാവശ്യം ഗുരുതരമായൊരു പരിക്കായിരുന്നു തലയ്ക്കൊക്കെ. തലയ്ക്കും ഇടുപ്പല് രണ്ടും പൊട്ടി, തോളലിന് പൊട്ടലുണ്ടായിരുന്നു, തലയിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അല്പം ഗുരുതരമായ ഒരു പരിക്ക്. അത് വലിയൊരു സാക്ഷ്യമാണ് ജിസനെ സംബന്ധിച്ച് മാത്രമല്ല, ഞങ്ങൾ ആ ശുശ്രൂഷകരെയും ഞങ്ങൾ ആ കൂടെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരെയും സംബന്ധിച്ച് വലിയ സാക്ഷ്യമായിരുന്നു ജിസന്റെ അപകടം എന്ന് പറയുന്നത്. ജിസ, എന്ത് തോന്നുന്നു, ഒരു അപകടത്തിൽ നിന്ന് മടങ്ങി വന്ന് ഈ കീബോർഡിന്റെ പിൻപിലിരിക്കുമ്പോൾ മടങ്ങി വരാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്നു? ഇല്ല, ഒത്തിരി സന്തോഷമുണ്ട്. ജനുവരി 15 ആണ് എന്റെ ആക്സിഡന്റ് നടന്നത്. ഞാൻ 2026 ഈ വർഷം ജനുവരി 15 ഉച്ചയോട് ആക്സിഡന്റ് നടന്നു. ഞാൻ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് എതിരെ വന്ന വണ്ടി ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് വന്നപ്പോൾ ഞാൻ പെട്രോൾ അടിച്ച് ഇറങ്ങിയ സമയത്താണ് ഇങ്ങോട്ട് വന്ന് എനിക്കിട്ട് ഇടിക്കുമായിരുന്നു. അപ്പൊ അത് അതിന്റെ വണ്ടിയുടെ മേളിൽ പോയി. പിന്നെ അവിടെ നിന്ന് താഴെ വന്ന് എന്നെ വണ്ടിക്ക് അടിയിലോട്ട് കയറേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പാടൊക്കെ അതിന്റെ മാർക്കാണ്. ഈ തല പൊട്ടി അകത്ത് തലയോട്ടിക്ക് ചെറിയ പരുക്കുണ്ടായിരുന്നു. തലയോട്ടിക്ക് ഉണ്ടായി, ചെറിയൊരു പരുക്ക്. അപ്പം പിന്നെ ഇടുപ്പല് ശ്വാസം ചതഞ്ഞു പോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചപ്പം പിന്നെ ആ സമയത്തുള്ള ഓർമ്മകളൊന്നും എന്റെ നഷ്ടപ്പെട്ടായിരുന്നു. കാര്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഓർമ്മ പോലും എനിക്കില്ല. ആ ഒരു രണ്ടു ദിവസത്തേക്കുള്ള ഓർമ്മ എനിക്കില്ല എപ്പോഴും ഇല്ല. അപ്പം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാവരും പറഞ്ഞത്, അവരുടെയും വീട്ടിലെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാന് നേരെ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ ആദ്യം കാരിത്താസ് പോയി. അവിടെ നിന്ന് എല്ലാവരും വന്നു. അപ്പം ഞാക്കോട് പറഞ്ഞു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞു മെഡിക്കലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. അതിന് അവര് പറഞ്ഞു ഈ കണ്ണിന് തലച്ചോറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ അതൊരു ബ്ലീഡിങ് ഉണ്ടായപ്പോഴത്തേക്കിനും അവിടെ കണ്ണടയ്ക്കാതെ അവിടെ ചെല്ലണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒന്നെങ്കിൽ കോമയിലാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മരിച്ചു പോകാന്നുള്ള സാധ്യത, അങ്ങനെയൊക്കെ പറഞ്ഞു. കോമയിലാകാം, അല്ലെങ്കിൽ പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. കണ്ണടയ്ക്കരുത്, കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒരു ഇതായി പോകുന്ന പറഞ്ഞ് അങ്ങോട്ട് ചെന്നു മെഡിക്കൽ കോളേജ് ചെന്നു. അപ്പം മെഡിക്കൽ കോളേജ് ചെന്ന ചികിത്സ തുടങ്ങി. അപ്പോഴും നമ്മൾ ഒത്തിരി സുഹൃത്തുക്കളും ഫിലദൽഫിയ ചർച്ചിന്റെ വിംബാഷ വൈഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ട്. അപ്പോൾ യാക്കൂട്ടയും ഒരു വീട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവരും പറഞ്ഞത് ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് സർജറിയുടെ ചിലപ്പോൾ ആവശ്യം കാണും, ചിലപ്പം ചെയ്യേണ്ടി വരും, മാറിയില്ലെങ്കിൽ. പിന്നെ അപ്പൊ തന്നെ ബിംസാറിന്റെ വൈഫ് നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറോട് ചോദിച്ചു, എന്നെ കാര്യം ചോദിച്ചപ്പോഴത്തേനും അവരോടും പറഞ്ഞു പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു ഡിസ്ചാർജ് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം അറിയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാര്യം ബോധം പോയത്. അങ്ങനെ
പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നോട് അവിടുന്ന് ആ സംഭവം നടന്ന ആശുപത്രിയിലുണ്ടായിരുന്ന ഒത്തിരി സമയം പറഞ്ഞു, ഒരു 3 മാസമൊക്കെ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. 3 മാസം ബെഡ് റെസ്റ്റിനെ കിടക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞു. കാര്യം ഇത്ര തലയ്ക്ക് ഒരു പഴുക്കുള്ളതുകൊണ്ട്. പക്ഷെ പ്രതീക്ഷേനേക്കാൾ അപ്പുറമായിട്ട് ഒത്തിരി പേരെ പ്രാർത്ഥിച്ചു, ഒത്തിരി പേരെ പ്രാർത്ഥന അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഡോക്ടർമാര് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ഈ ബ്ലീഡിങ് മാറെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഈ സർജറി ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാര്യം തന്നെ ഈ ബ്ലീഡിങ് വന്ന സംഭവം തന്നെ നിന്നു. അതൊരു ദൈവത്തിന്റെ വലിയ കരുണയാണ്, ഒരു അത്ഭുതമാണ്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഞാനിപ്പോഴും ഒന്നെങ്കിൽ സർജറി ചെയ്തതുകൊണ്ട് പിന്നെ എന്റെ ഇങ്ങനെയൊന്നും അല്ലായിരിക്കും എന്റെ രൂപം മാറിപ്പോനെ. അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു ജീവൻ തിരിച്ചു കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ എല്ലാവരും പ്രാർത്ഥന, യാക്കോട്ടയാളും എല്ലാവരും ഒത്തിരി പേരുടെ പ്രാർത്ഥനയും അവരോട് എന്നോടുള്ള ദയയും കൂടെ കൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. എന്താ നിങ്ങളുടെ ഈ കോമ്പിനേഷനിലേക്ക് വരാൻ താല്പര്യം തോന്നിയ കാര്യം എന്താണ്? താല്പര്യം മുമ്പേ പറഞ്ഞ പോലെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 2019 ഞാൻ കൊറോണ വന്ന സമയത്ത്, അപ്പൊ അതിനുമ്പ് ഞങ്ങള് പരിചയപ്പെട്ടു പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ സമയത്ത് ഞങ്ങൾ ഈ മീറ്റിംഗ് കൂടി, ഞങ്ങൾ 4 പേര് ഒരു മുറി, ഞങ്ങളൊരു ദൈവത്തിന്റെ ഒരു ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളോട് പറഞ്ഞ കാര്യം അനുസരിച്ച് ഞങ്ങൾ നല്ല സംസാരിച്ച് ഞങ്ങളൊരു മുറിക്കകത്ത് കൂടാൻ ഒരു കുറച്ച് ദിവസം ഇരുന്നു. ആ മുറിക്കകത്ത് വേറെ വെളിയിൽ പോയില്ല, അവിടെ തന്നെയായിരുന്നു കൊറോണ സമയത്ത് കുറേ ദിവസം. അപ്പൊ ആ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ദൈവം ഞങ്ങളോട് ഇടപെട്ട കുറച്ച് കാര്യങ്ങള്, അനുഭവങ്ങള്, അത് ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത്. ഇത് ഇപ്പോഴും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞങ്ങള് അതിന്റെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ദൈവം ഞങ്ങളോട് ഇടപെട്ട കാര്യങ്ങളൊക്കെ, അത് ആ ഒരു എക്സ്പീരിയൻസിൽ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളോട് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു, വെളിച്ചം കണ്ടു. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് കണ്ട് അവസാനം ഞങ്ങളോട് ഇപ്പം ഞങ്ങളുടെ കൂട്ടു ദേവദാസൻ മുഖാന്തരം YJ മ്യൂസിക് കഫേ എന്ന പേര് വന്നു. അങ്ങനെ ഞങ്ങള് യാഹോവേ ജീറ മ്യൂസിക് കഫേ എന്ന അങ്ങനെ തുടങ്ങുന്നതാണ്. അപ്പം ദൈവം ഞങ്ങളെ കൂട്ടിമുട്ടിച്ച് രൂപീകരിച്ച ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇനിയും വ്യക്തിപരമായിട്ട് ചോദിക്കുക. അതായത് ഒരു കീബോർഡിന്റെ പിൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രിക്കറ്റ് കളിക്കുന്നവരെക്കാളും മികച്ചത് അമ്പയർമാരാന്ന് പറയാറുണ്ട്. കാര്യം എങ്ങനെയാന്ന് കൃത്യമായിട്ട് പറയുന്ന അമ്പയർമാരാണ്. കളിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അത് ശരിയായിട്ട് തീരുമാനിക്കുന്ന ആള് അമ്പയറാണ്. അങ്ങനെ ഒരു വിലയിരുത്തലിൽ യാക്കൂബിന്റെ പാട്ടിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വീണത് എന്ന് തോന്നുന്നത് ഏത് പാട്ടിൽ ഏറ്റവും പെർഫെക്റ്റ് ആയി എന്ന് തോന്നുന്നു? അല്ലെങ്കിൽ ജിസന് യാക്കൂബ് പാടുന്നതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇങ്ങനെ പ്രത്യേകം കാര്യം ഓരോ പാട്ടിനകത്ത് നമുക്ക് ഒരാൾക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ ഒരു പാട്ടിന്. യാക്കോട്ടെ ഈ സ്ഥിരം പാടുന്ന പാട്ടുകൾ ഇപ്പൊ എന്റെ സംബന്ധമുണ്ട്. ഇപ്പൊ പറഞ്ഞ നമ്മള് പാടിയ പാട്ടില്ലേ 16 ആ പാട്ടൊക്കെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടും. അത് മാത്രമല്ല, അത് നല്ല നമുക്ക് എനിക്കും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഒത്തിരി പാട്ടുകളുണ്ട്, പഴയ പാട്ടുകളുണ്ട്. അഖിലേഷ് നന്ദൻ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ. അഖിലേഷ് നന്ദൻ ഇഷ്ടമാണ് അല്ലേ? പിന്നെ അതിന് ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് അഖിലേഷ് നന്ദനിലൂടെ ഒന്ന് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ. അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ. ഇഹലോകമതിൽ മനുജ മകനായി വന്നവൻ സകലാധികാരമുള്ള മനുവേലന്.
സകലാധികാരമുള്ള മനുവേലന് അഖിലേശനന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോരു പരമേശനോ ഇഹലോകമതിൽ മനുജ മകനായി വന്നവൻ സകലാധികാരമുള്ള മനുവേലന് സകലാധികാരമുള്ള മനുവേലന് ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ആകരു